ക്രിസ്മസ് സീസൺ ആയല്ലോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു വൈൻ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. സാധാരണ ഒരു ട്രഡീഷണൽ രീതി അനുസരിച്ച് 21 ദിവസം വൈൻ കെട്ടിവെച്ച് ഓരോ ദിവസം ഇളക്കി കൊടുത്ത് വീണ്ടും ഒരു 21 ദിവസം ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് വെക്കുന്ന ഒരു രീതിയാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇത്തരം വീഡിയോ അങ്ങനെ ഒരു വീഡിയോ ആയിരുന്നു. പ്രാവശ്യം വളരെ സിമ്പിളായിട്ട് വൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ ഇന്ന് ഒരു 5 kg ഗ്രേപ്സ് കൊണ്ടുള്ള വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഗ്രേപ്സ് സാധാരണ നമ്മൾ വൈൻ ചെയ്യുമ്പോൾ വളരെ നീറ്റായിട്ട് വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമുക്കിത് കുറേ കാലത്തേക്ക് ഇരിക്കേണ്ടതായതുകൊണ്ട് നന്നായിട്ട് നീറ്റായിട്ട് കഴുകിയെടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കുറച്ച് സമയം വെച്ചിട്ട് വേണം ഗ്രേപ്സ് കഴുകിയെടുക്കാൻ. ഒരു കിലോ ഗ്രേപ്സിന് 1.25 കിലോ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 5 കിലോ ഗ്രേപ്സ് ആയതുകൊണ്ട് 6.25 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര പാനിയാക്കി വേണം ഉപയോഗിക്കാൻ. പഞ്ചസാര വെള്ളത്തിൽ അലിയുന്നത് വരെ ചൂടാക്കിയാൽ മതി. വൈൻ കെട്ടാൻ ഉപയോഗിക്കുന്ന വെള്ളം നന്നായി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ ഗ്രേപ്സിന് 2.25 ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ 5 കിലോ ഗ്രേപ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 11.25 ലിറ്റർ വെള്ളമാണ് ചേർക്കുന്നത്. നമ്മൾ ഉടച്ചു വെച്ച ഗ്രേപ്സ് ആണിത്. ഇത് നമുക്ക് ഈ ബോട്ടിലേക്ക് മാറ്റാം. ഇന്നൊരു ഗ്ലാസ് ജാറിലാണ് നമ്മൾ വൈൻ ഇടുന്നത്. ഒരു കാണാനുള്ള ഒരു ഭംഗിക്കും നമുക്ക് ഇടയ്ക്ക് കാണുമ്പോൾ ഒരു നമ്മുടെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ. അതിൻ്റെ ഒരു ക്ലാരിറ്റി, ഒരു ക്ലിയർ വിഷന് വേണ്ടിയിട്ട് ഗ്ലാസ് ജാറിലേക്ക് നമുക്കിത് മാറ്റാം. തടിത്തവിയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും ഇളക്കി കൊടുക്കുമ്പോഴും ഒക്കെ തടിയുടെ തവി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതും ഇതുപോലെ തന്നെ ബോട്ടിലൊക്കെ കഴുകി നീറ്റാക്കിയതുപോലെ തന്നെ നല്ല ചൂടുവെള്ളത്തിൽ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയ തവിയാണ്. ഇതിനകത്തേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ പഞ്ചസാര പാനിയാക്കി വെച്ചത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ ഇതിനകത്ത് ഒരു 11.25 ലിറ്റർ വെള്ളമാണ് വരേണ്ടത്. നമ്മൾ പഞ്ചസാര പാനി ഏകദേശം 7 ലിറ്ററോളം ഒഴിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഗോതമ്പാണ്. നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഗോതമ്പ്. അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക. ഇത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒരു കുറച്ച് പട്ട എടുത്തിട്ടുണ്ട്, ഒരു 6-7 ഗ്രാമ്പു. ഏലക്ക ഇവിടെ തൊലി കളഞ്ഞാണ് വെച്ചേക്കുന്നത്. ഒരു 4-5 ഏലക്ക ഇത്രയാണ് എടുത്തിരിക്കുന്നത് സ്പൈസസ് ആയിട്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1.5 സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കണം. വൈന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഒരു എഗ്ഗിൻ്റെ വെള്ളം നന്നായിട്ട് പതപ്പിച്ചെടുത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഗോതമ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം.
ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്, ഒരു 1.5 ടീസ്പൂൺ. അല്ല, ഗ്രാന്യൂൾസ് ആയിട്ടുള്ള ഈസ്റ്റ് ആണെങ്കിൽ ഒരു 12 ഗ്രാം വരെ ഇതിനകത്ത് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് കെട്ടി വെക്കണം. അപ്പം അതിന് നല്ല നീറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് ഉപയോഗിക്കുക. വാഷ് ചെയ്ത് നന്നായിട്ട് വെയിലത്ത് ഉണങ്ങിയ ഒരു ക്ലോത്ത്. ഇവിടെ നിന്ന് കെട്ടി കൊടുക്കുക. അതുപോലെ പൈൻ ഭരണി ഇനി വെക്കുന്നതും അധികം വെട്ടം കിടക്കാത്ത, സൺലൈറ്റ് അടിക്കാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. ഷെൽഫിൽ എവിടെയെങ്കിലും താഴെ കബേർഡ്സിലൊക്കെ നല്ല ഒട്ടും സൺലൈറ്റ് കയറാത്ത സ്ഥലത്ത് കെട്ടിയിരിക്കുക. ശരിക്കും നമ്മളിവിടെ പഞ്ചസാര പാനിയാക്കി വൈൻ കെട്ടിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ 21 ഡേയ്സ് ഇളക്കി കൊടുക്കാവുന്ന പഞ്ചസാര അതുപോലെ നമ്മൾ ചേർക്കുമ്പോഴാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ പാനിയാക്കിയിരിക്കുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. സാധാരണ 21 ഡേയ്സ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി എന്ന് പറയും. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ മൂടിക്കെട്ടി വയ്ക്കുക. 21ാമത്തെ ദിവസം ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോഴത്തേക്ക് നല്ല ഫെർമെൻറ്റഡ് ആയിട്ടുണ്ടാവും. പിന്നീടാണ് അരിച്ച് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മാറ്റി 20 ദിവസം വയ്ക്കുന്നത്. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 21 ദിവസം വെയിറ്റ് ചെയ്യാം. ആഴ്ചയിലൊരിക്കൽ ഇളക്കി കൊടുത്തോളൂ.